അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാതിരാത്രിയാണ്. ഈ സമയത്ത് ലൈവിൽ ആരും ഉണ്ടാവില്ല. എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ല ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ശതാബ്ദി സന്ദേശ യാത്രയുടെ നാളെ നടക്കുന്ന സ്വീകരണ സ്ഥലത്താണ്. ഞാനങ്ങനെ പ്രഭാഷണം കഴിഞ്ഞു വരുമ്പോൾ ആ സദസ്സിലൊന്ന് കയറിയതാണ്. അൽഹംദുലില്ലാഹ്, നല്ല സജ്ജീകരണങ്ങളാണ്. നമ്മൾ സാധാരണ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മികവുറ്റ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന സമിതി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ മികവുറ്റ രീതിയിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. സ്റ്റേജും സ്വീകരണ സ്ഥലവും പന്തൽ സംവിധാനവും VIP ചെയറുകളും എല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നാളത്തെ തൃശ്ശൂർ ജില്ലയുടെ പരിപാടി ഗംഭീരമാകും എന്നതിൽ ഒരു സംശയമില്ല. അത്രമേൽ ഇവിടുത്തെ പ്രവർത്തകർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെയേറെ ത്യാഗം ചെയ്തിട്ടുണ്ട്. പാതിരാവിലും എല്ലാ പ്രവർത്തകരും ഉറക്കമൊഴിച്ച് ഇവിടെ ഇല്ലെങ്കിലും വളരെയേറെ അത്യാവശ്യം ജോലി ചെയ്യേണ്ട പ്രവർത്തകരൊക്കെ ഇവിടെ തന്നെയുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ ഏകദേശമുള്ള ഭാഗങ്ങളിലെല്ലാം പതാകകൾ ഉയർന്നിട്ടുണ്ട്, ബോർഡുകൾ നിരന്നിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേജ് സംവിധാനം ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇൻഷാ അല്ലാഹ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ മനോഹരമായ സംവിധാനം അത്രമേൽ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫ്രണ്ടിൽ കാണുന്നത് VIP ചെയറുകളാണ്. വളരെ കുറച്ചധികം ആളുകൾക്ക് അവിടെ ഇരിക്കാൻ കഴിയും. ഈ ഭാഗത്തും അങ്ങനെ തന്നെ അത്രമേൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കൂടാതെ സ്റ്റേജ് സംവിധാനം 2 വഴിയാണ്. സ്റ്റേജിന്റെ മധ്യഭാഗത്തൂടെ സാധാരണ സംസ്ഥാന സമിതി പറഞ്ഞതുപോലെ മധ്യഭാഗത്തുനിന്ന് കയറി വരാൻ കഴിയുന്ന രീതിയിൽ 2 ഭാഗത്തും ബാരിക്കേഡ് പോലെ കെട്ടി ഗസ്റ്റുകൾക്ക് വരാനും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങൾക്ക് കടന്നു വരാനും സന്തോഷകരമായി 2 ഭാഗത്തു നിന്നും യാത്ര വീക്ഷിക്കാൻ ആളുകൾക്ക് കഴിയുന്ന വിധത്തിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റേജിന്റെ മറ്റൊരു ഭാഗമാണ്. ഈ ഭാഗത്തൂടെയും ആളുകൾക്ക് കയറി വരാൻ കഴിയും. നമ്മുടെ മുശാവറ മെമ്പർമാരൊക്കെ ധാരാളം ഉള്ളതാണ്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് അൽഹംദുലില്ലാഹ് അവരിവിടെ എത്തുന്നതാണ്. അപ്പോൾ അവർക്കുള്ള എല്ലാ സൗകര്യവും ഇതുവരെ നടന്ന സ്വീകരണ സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമായ സ്റ്റേജായിട്ടാണ് അൽഹംദുലില്ലാഹ് ഇത് തോന്നുന്നത്. ഇന്ന് രാവിലെ തൊടുപുഴയിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് പരിമിതികളുണ്ട്. അവിടെ അത്ര പ്രവർത്തകർ എത്രയാണല്ലോ ഉള്ളത്. എന്നാൽ പോലും അവിടെ ഗംഭീര വിജയമായിരുന്നു. തങ്ങളുടെ പത്രസമ്മേളനമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ ചാവക്കാടിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സൗകര്യം അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ എല്ലാ പ്രവർത്തകരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കയ്പമംഗലം ഭാഗത്താണ് നമ്മുടെ സ്ഥിര യാത്രാംഗങ്ങളായ പ്രവർത്തകർക്ക് ഉസ്താദുമാർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും ഇവിടെ വിശ്രമത്തിലാണ്. എന്നാലും ജില്ലയുടെ പ്രവർത്തകർ ഉറക്കമൊഴിഞ്ഞ് ഇവിടെ പ്രവർത്തനത്തിലാണ്. അവർക്കൊരു സപ്പോർട്ട് ചെയ്യാനും അവർക്കൊരു ആവേശം പകരാനും ഒന്ന് ഇറങ്ങി ഇവിടെ എത്തിയതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തന മികവ് അള്ളാഹു കബൂലാക്കട്ടെ. നാളത്തെ ഈ മനോഹരമായ യാത്ര നടന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്വീകരണ സ്ഥലമായി ഈ സ്ഥലത്തെ അള്ളാഹു മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.